ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി വെണ്ടയ്ക്കയും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇങ്ങനെ സോട്ട് ചെയ്യുക. നന്നായി സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു റെഡിഷ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, വെണ്ടയ്ക്ക പയ്യെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിനു മുമ്പ് മസാല ചേർക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചവ ഉണ്ടാവും മസാലയുടെ വെണ്ടയ്ക്ക ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക സെപ്പറേറ്റ് എണ്ണയിൽ വാട്ടിയിട്ട് ഇട്ടാലും ഓക്കെയാണ്. കാരണം വെണ്ടയ്ക്കയിൽ നിന്ന് മറ്റേ ഞോളപ്പ് പോലത്തെ ഒരു ഇത് വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഈ കറിയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെണ്ടയ്ക്ക വേണമെങ്കിൽ ചേർക്കാം, വെളിച്ചെണ്ണയിൽ സോർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആവശ്യത്തിന് മറ്റേ വറ്റൽ മുളകൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം വെണ്ടയ്ക്ക ആഡ് ചെയ്തു. വെണ്ടയ്ക്ക ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു മഞ്ഞ കളറാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഈ കറി. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ പൊടി മാത്രം ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുളക് പൊടി ആവശ്യമുള്ള നല്ല കറികൾക്കൊക്കെ നല്ല എരിവ് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുളക് പൊടി ചേർക്കാം. പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് തക്കാളി ചേർക്കുക. തക്കാളിക്ക് കുറച്ച് വേവ് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് തക്കാളി ചേർക്കുന്നത്. എനിക്ക് ചെറുപ്പം തൊട്ട് ഈ കറി ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. പൊതുവേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു 2 പ്ലേറ്റ് ചോറ് വരെയും ഈ കറി കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 10th വരെയൊക്കെയുള്ള ഒരു ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഈ തക്കാളിയും വെണ്ടയ്ക്കയും കറി. തക്കാളി മാത്രം ഇട്ടും ഈ കറി ഉണ്ടാക്കാറുണ്ട്. ചിലർ വെണ്ടയ്ക്ക മാത്രം ഇട്ടും ഈ കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എങ്ങനെ ഈ കറി ഉണ്ടാക്കിയാലും ഞാനൊരു 2 പാത്രം ചോറ് ഉണ്ണുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ ചെറുപ്പത്തിലെ. നെക്സ്റ്റ് ഇത് നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചാലും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നന്നായി സോർട്ടായി വന്നിട്ടുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കയും ഇങ്ങനെ കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് ഒഴിക്കണം. ഇത് ആക്ച്വലി ഇവിടെ തേങ്ങ ചിരവാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട്, തേങ്ങ ചിരവാൻ എനിക്കറിയില്ലാത്തത് കൊണ്ടും നമ്മൾ ഏതോ ഒരു ബ്രാൻഡിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ അതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ കലക്കി, ചൂടുവെള്ളത്തിലൊന്നും കലക്കണ്ട, സാധാരണ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ അധികം തിളപ്പിക്കരുത്. അധികം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി വരും. ചെറുതായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളത് ഓഫ് ചെയ്യാം.